സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ പലപ്പോഴും വെളിച്ചം കാണാറില്ല. ഇനി ആരെങ്കിലും അതിനെ തുനിഞ്ഞാൽ അവർ അനുഭവിക്കാൻ പോകുന്നത് വളരെ വലിയ പ്രശ്നങ്ങളായിരിക്കും. സാധാരണ തൊഴിലിടങ്ങൾ പോലെയല്ല സിനിമാ മേഖല. അവിടെ ഇതിൽ നിന്നുമൊക്കെ വല്ലാതെ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. എന്നാൽ ഇതിനൊക്കെ മാറ്റം കുറിച്ചുകൊണ്ട് മുൻനിര നായകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് ധൈര്യസമേതം അവർക്കെതിരെ പരാതിയുമായി ഒരു പറ്റം സ്ത്രീകൾ രംഗത്ത് വന്നിരുന്നു. ആളുകളെല്ലാം അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. പക്ഷെ നമ്മുടെ നിയമത്തിന്റെ വേഗത ഒച്ചിനേക്കാൾ കഷ്ടമായതുകൊണ്ട് തന്നെ 6 വർഷം കഴിഞ്ഞു കേസ് മുന്നോട്ട് വരാൻ. അപ്പോഴേക്കും എല്ലാം ആറിയ കഞ്ഞി പഴങ്കഞ്ഞി ആയിട്ടുണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത ഭൂരിഭാഗം കേസുകളും പ്രതിസന്ധിയിലാണെന്നും ഇത് കാരണം പല സൂപ്പർ താരങ്ങളും കേസിൽ നിന്ന് രക്ഷപ്പെടുമെന്നുമാണ് കേൾക്കുന്നത്. മൊഴി നൽകാൻ പരാതിക്കാർ തയ്യാറാകാത്തതോടെ കേസുകളിൽ അന്വേഷണ സാധ്യതയില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും. അങ്ങനെയെങ്കിൽ 35 കേസുകളിൽ 30 കേസുകളും ഇത്തരത്തിൽ എഴുതി തള്ളേണ്ടി വരും. ഇതിൽ പല പ്രമുഖരും ഉൾപ്പെടുമെന്നാണ് കേൾക്കുന്നത്. സിനിമയിലെ പീഡനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ 80 കേസുകളാണ് എടുത്തത്. ഇതിൽ ഹേമ കമ്മിറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 35 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നേരിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച പരാതികളിൽ മറ്റു കേസുകളും രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പരാതിക്കാർ പോലീസിന് മുൻപിൽ മൊഴി നൽകിയില്ലെങ്കിലും സംഭവം അറിഞ്ഞ സാഹചര്യത്തിൽ FIR ഇട്ട് അന്വേഷണം നടത്താമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് FIR ഇട്ട കേസുകൾ പോലും ഇനി എഴുതി തള്ളുകയേ നിവൃത്തിയുള്ളൂ. നേരിട്ട് പരാതിപ്പെട്ട കേസുകളിൽ കുറ്റപത്രവുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. കമ്മിറ്റിയോട് ദുരനുഭവം വെളിപ്പെടുത്തിയവരെ പോലീസ് പലതവണ വിളിച്ചെങ്കിലും ആരും മൊഴി നൽകാൻ തയ്യാറല്ല. നിർബന്ധിച്ച് മൊഴിയെടുക്കരുതെന്ന് ഹൈക്കോടതിയും അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. 6 വർഷം മുൻപാണ് ഹേമ കമ്മിറ്റിയോട് കാര്യങ്ങൾ പറഞ്ഞത്. അന്നത്തെ സാഹചര്യം മാറിയെന്നും കേസിന് താല്പര്യമില്ലെന്നുമാണ് പലരുടെയും നിലപാട്. അവസാന വഴി എന്ന നിലയിൽ മൊഴി ആവശ്യപ്പെട്ട് പോലീസ് കോടതി വഴി നോട്ടീസ് അയച്ചിരുന്നെങ്കിലും ഇതുവരെയും ആരുടെയും ഭാഗത്തു നിന്നും മറുപടി ലഭിച്ചിട്ടില്ല. ഈ മാസവും മറുപടി ലഭിച്ചിട്ടില്ലെങ്കിൽ അന്വേഷണത്തിന് സാധ്യതയില്ലെന്ന് കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകും. അങ്ങനെ ആ FIR എല്ലാം എഴുതി തള്ളാനാണ് സാധ്യത. സിനിമയിലെ ചില ലോബികളുടെ സമ്മർദ്ദമാണ് ഇതിനെല്ലാം കാരണമെന്ന വിലയിരുത്തൽ സജീവമാണ്. മാർച്ച് 30-നകം നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. 30-ലധികം കേസുകളുടെ തുടർ നടപടികൾ ഇതോടെ അവസാനിക്കുമെന്നും മൊഴി നൽകിയിട്ടുള്ള കേസുകളിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നുമാണ് റിപ്പോർട്ട്. പരാതിയുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണ സംഘം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പരാതി പ്രകാരമുള്ള 9 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകുകയുമുണ്ടായി. എന്നാൽ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസുകളിൽ പോലീസിന് മൊഴി നൽകാൻ പലരും തയ്യാറാകുന്നില്ല. രഹസ്യമൊഴി നൽകാൻ കോടതിയിൽ എത്തിയവരിൽ ചിലർ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അറിയിക്കുകയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുമില്ല. ഏതൊക്കെ കേസുകളിൽ കോടതിയിൽ റഫർ റിപ്പോർട്ട് നൽകണമെന്ന് അടുത്ത ദിവസം ചേരുന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചേക്കാമെന്നാണ് സൂചന. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്ന പരാതികളിൽ മുകേഷ്, സിദ്ദീഖ്, ജയസൂര്യ തുടങ്ങിയ നടന്മാരെ പ്രതികളാക്കി കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നീട് കോടതി നിർദ്ദേശത്തെ തുടർന്ന് കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴി പ്രകാരം കേസുകൾ എടുക്കുകയായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് പലരും പ്രതികരിക്കാതിരിക്കുന്നത്. ഒരാൾ പ്രതികരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ മനസ്സിൽ അനുഭവിക്കുന്ന സംഘർഷം ചില്ലറയൊന്നുമല്ല. അപ്പുറത്തുള്ളവർ സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും. അതിനെ തുടർന്ന് സമൂഹത്തിലും ജോലി സ്ഥലത്തും അവർ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടാവില്ല. പക്ഷേ നിയമത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സമീപനമാണെങ്കിൽ പീഡനവും അക്രമവുമൊക്കെ എത്ര നടന്നാലും ആരും പരാതിപ്പെടാൻ ധൈര്യമില്ലാത്തവരായി മാറും. ജീവനിൽ പേടിയില്ലാത്ത മനുഷ്യരില്ലല്ലോ.